ഞാൻ പറഞ്ഞല്ല, പരിശുദ്ധ ഖുർആനിന്റെ വാചകമാണ്. ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാ ലിയബ്ലഗ ഫാ. ഒരു ഉപകാരവും ആ ചോദ്യം കൊണ്ടില്ല. പാപത്തിന്റെ കൂട്ടത്തിൽ അവരാകുമെന്നതല്ലാതെ അതുകൊണ്ടൊരു ഖൈറും അവർക്ക് ലഭിക്കാനില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവോട് ചോദിച്ചോ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണോ നീ അല്ലാഹുവോട് സഹായം തേടിക്കോ. അല്ലാഹുവോട് സഹായം തേടിക്കോ. പക്ഷെ നമ്മളോ റമളാനിന്റെ പകലുകളിൽ പോലും റമളാൻ 17 വരുമ്പോ ബദരീങ്ങളുടെ ആണ്ടിന്റെ പേരിൽ ചൊല്ലുന്ന വരികൾ എന്താ? ബദർമാല ചൊല്ലിയിട്ട് ബദർമാല മുന്നിൽ തുറന്നു വെച്ചിട്ട് അതേ മദ്ഹ് എന്ന പേരിൽ നമ്മൾ ചൊല്ലുന്ന വരികൾ എന്താ? ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? വളരെ ഗൗരവത്തോടെയുള്ള വരി. ഏത് പ്രതിസന്ധി നിനക്ക് വന്നാലും നീ വിളിച്ച ബദർ ശുഹദാക്കളെ, ബദരീങ്ങളെ നീ വിളിച്ചോന്നാ പറയണേ. ബദരീങ്ങളെ നീ വിളിച്ചോന്നാ. യമം ബിഹി ഖല്ലറല്ലാ വമം ബിഹമ്മിൻ നഖിദാ ഖുൽനാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. എത്ര ഭക്തിയിലാണ് ഈ വരികൾ ചൊല്ലുക. ഇത് കേൾക്കുമ്പോഴേക്കും ഉമ്മ തലയിൽ തട്ടട്ട് അല്ലേ? ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായി. എന്താ വരി? എന്താ? നിനക്കാദിയുണ്ടോ, വ്യാധിയുണ്ടോ, വിഷമമുണ്ടോ, ദുഃഖമുണ്ടോ, നീ വിളിച്ചോ ബദർ ശുഹദാക്കളെ. ബദർ ശുഹദാക്കളെ വിളിച്ചോന്നാ. ബദരീങ്ങൾ പറഞ്ഞതോ, നിനക്കെന്ത് പ്രതിസന്ധികളുണ്ടോ നീ വിളിച്ചോ. നിന്റെ കരങ്ങൾ നീ റബ്ബിന്റെ മാർഗത്തിലേക്ക്, അല്ലാഹുവിലേക്ക് നിന്റെ കൈകൾ ഉയർത്തിക്കോ. ബദരീങ്ങളുടെ പാതയിൽ ബദരീങ്ങളുടെ പാതയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സലഫികളാണ്, മുജാഹിദുകളാണ്. നമ്മുടെ നാട്ടിലെ സലഫി ആദർശം സ്വീകരിച്ച സ്വഹാബത്തിന്റെ ആ ജീവിത ചര്യകളെ പിൻപറ്റിയവരാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാവും. അതിന്റെ പേരിൽ പച്ചയായ ശിർക്കിന്റെ വരികളില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. പച്ചയായ ശിർക്കിന്റെ വരി ഒന്ന് സിഫത്ത്, റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന സിഫത്തുകള്. അള്ളാന്റെ സിഫത്ത് റബ്ബല്ലാത്തവർക്ക് അല്ല കാണും പോലെ, അല്ല കേൾക്കും പോലെ, അല്ല സഹായിക്കും പോലെ, അല്ല പ്രാർത്ഥന കേൾക്കും പോലെ, അല്ല നമ്മുടെ കൽബറിയുന്നത് പോലെ മറ്റുള്ള മഹാന്മാരറിയുമെന്ന് വിശ്വസിക്കുന്നവരില്ലേ? ഇന്ന് പച്ചക്ക് പ്രസംഗിക്കണില്ലേ? CM കേൾക്കുന്നു, CM സഹായിക്കുന്നു, പച്ചക്ക് പ്രസംഗിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. നിരന്തരം ഓരോ വീഡിയോസ് നമ്മളെ മുന്നിൽ ഇങ്ങനെ വരിക. പച്ചയായി ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആശയം നമ്മുടെ നാടുകളിൽ കാണാം. അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. എന്നാൽ ഒരു ആദ്യം പറഞ്ഞ മൊയ്തീമാല വിമർശിക്കോ? ഇല്ല. മൊയ്തീമാലയിൽ അതേ സംഭവം മൊയ്തീമാലയിലുണ്ട്. എത്രണ്ട്? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കണ്ണുകൊണ്ട് കണ്ടതും കൽബകത്തുള്ളതും കണ്ണുകൊണ്ട് കണ്ട പോലെ കാട്ടി പറഞ്ഞ ആളാണ് ഷെയ്ഖ്. ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞല്ല, ഷെയ്ഖിന്റെ പേരിൽ വെച്ചുണ്ടാക്കിയ സാധന. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയുടെ പേരിൽ രചിച്ചുണ്ടാക്കി കളവ് പ്രചരിപ്പിച്ചതാണിത്. കുപ്പി കാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. കടയിലെ ഭരണിന്റെ ഉള്ളിൽ മുട്ടായി ഇട്ട് വെച്ചപ്പോൾ പുറത്ത് കാണുന്നത് പോലെ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയും. ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു. അല്ല പറഞ്ഞ വാചകം എന്താണെന്നറിയോ? വയഅലമു ഖായിനതൽ ലഗ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങളെയും നിങ്ങളുടെ കൽബിലുള്ളതിനെയും അള്ളയാണ് അറിയുന്നവൻ. നമ്മുടെ സുദറിലുള്ളത് കൽബിലുള്ളത് അല്ല അറിയുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാ. ഇത് ശിർക്കല്ലെങ്കിൽ ഏതാ ശിർക്ക്? ഇത് ശിർക്കല്ലെങ്കിൽ ഏതാ ശിർക്ക്?
ഗൗരവത്തിൽ ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മുടെ നാടുകളിലതാ എത്രയെത്ര വരികളാണ്. ശറഫലനാമ തുറന്നു വെക്കുന്നു, മങ്കൂസ് മൗലൂദ് തുറന്നു വെക്കുന്നു. എന്നിട്ട് ഇതൊക്കെ മദ്ഹിന്റെ പേരിലാണ്. ഈ ശിർക്ക് ചെയ്യുന്നത് മദ്ഹിന്റെ പേരിലാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. ചൊല്ലുന്നില്ലേ? ഇത് ശിർക്കല്ലേ? ഇത് ശിർക്കല്ലേ? ഒന്നാമത്തെ പദം തന്നെ തെറ്റി. അബ്ദുകൽ മിസ്കീനു യർജു. നബിയെ, താങ്കളുടെ അടിമ ഇതാ താങ്കളിലേക്ക് വന്നിരിക്കുന്നു. നബിയെ, നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമയാണോ? ആണോ? നമ്മൾ അള്ളാന്റെ അടിമയല്ലേ? അള്ളാന്റെ അടിമയല്ലേ മുഅ്മിനീങ്ങളെ? ഒരു വിശ്വാസി അങ്ങനെയല്ലേ ഉൾക്കൊള്ളുക? ആ വരി എന്താ? അബ്ദുകൽ മിസ്കീനു യർജു. പാവപ്പെട്ട അടിമയിതാ, അടിമയിതാ നബിയെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഫദ്ലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ. ബശീറും നദീറുമായ നബിയേ എന്ന് വിളിച്ചിട്ടാ തേട്ടം. എന്നിട്ട് പറഞ്ഞെന്താ? ഫഅഗ്സിനി വഅജ്രിനി യാ മുജീറു മിനസ് സഗീർ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയേ, ഫഅഗ്സിനി വഅജ്രിനി, കൈപിടിക്കണേ നബിയേ, സഹായിക്കണേ നബിയേ, യാ മുജീറു മിനസ് സഗീർ, സഗീർ എന്ന നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന നബിയേ, സഈർ എന്ന നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന നബിയെ ഞങ്ങളുടെ കൈപിടിക്കണേ എന്ന് സഹോദരങ്ങളെ ശറഫലനാമിന്റെ വരികൾ, മങ്കൂസ് മൗലൂദിന്റെ വരികൾ, നമ്മുടെ നാടുകളിൽ ഭക്തിയോടുകൂടി ഇരുന്ന് ചൊല്ലുന്ന വരികൾ ഇതാണ്. ഇല്ലേ? റസൂലുള്ള പറഞ്ഞ വാചകണ്ട. ആയിഷത്ത് സിദ്ദീഖാനെ വിളിച്ചിട്ട് പറയാണ്, റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട്, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാം. ആയിഷ ഫാത്തിമാനെ വിളിച്ചിട്ട് പറയാണ്, യാ ഫാത്തിമത്ത് ഖിത്അതു ഖബ്ദി, യാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, എൻ്റെ കരളിന്റെ കഷ്ണമായ മോളെ ഫാത്തിമ. എന്തൊരു ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക് ഫാത്തിമാനെ, എന്തൊരു സ്നേഹമായിരുന്നു ഫാത്തിമാനോട്. ഫാത്തിമ ദൂരെ നിന്ന് വരുമ്പോ തന്നെ റസൂൽ പറയും, മർഹബം ബിബിനതി, കേറി വാ മോളെ, അടുത്തേക്ക് വാ മോളെ. ഫാത്തിമാനെ കുറിച്ച് ഫാത്തിമാനെ റസൂൽ വിളിക്കാറുള്ളത് അങ്ങനെയാണ്, യാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, ഫാത്തിമ നീ എൻ്റെ കരളിന്റെ കഷ്ണമാണ് മോളെ. സ്വഹാബത്തിനോട് പറയാണ്, ഫാത്തിമത്ത് ഖിത്അതു മിന്നി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എൻ്റെ ഒരു ഭാഗമാണെന്ന് ആ ഫാത്തിമാനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരത്ത് പറഞ്ഞ വാചകം എന്താ? ഫാത്തിമ, എൻ്റെ പൊന്നിന്റെ മോളെ ഫാത്തിമ, നിനക്ക് ദുനിയാവിലെ വല്ലതും വേണോ ചോദിച്ചോ, വാപ്പ തരാം. പക്ഷേ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് മോളെ നിന്റെ തടി നീ തന്നെ കാക്കണേ മോളെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുന്നാര മകൾ ഫാത്തിമയോട്. റസൂലുള്ളയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതെങ്കിൽ റസൂല് ഫാത്തിമാനോട് പറയേണ്ടത് എന്തായിരുന്നു? ഫാത്തിമ, നീ പേടിക്കണ്ട മോളെ, ഞാൻ ഉണ്ടാകും പരലോകത്ത്, നീ എന്റെ മോളല്ലേ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം എന്ന് പറയേണ്ടതല്ലായിരുന്നോ? ഈ പറയപ്പെട്ട മൗലൂദിന്റെ വരി പ്രകാരം റസൂലുള്ളാഹിയിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ഈ രൂപത്തിലുള്ള ശിർക്കിന്റെ വിശ്വാസ പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കേണ്ടത് അതല്ലായിരുന്നോ? പക്ഷേ റസൂൽ പറഞ്ഞത് എന്താ? അൻഖിദീ നഫ്സകി മിനന്നാർ, നിന്റെ തടി നീ തന്നെ കാത്തോ മോളെ. അന്ന് വാപ്പാക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, അന്ന് വാപ്പാക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഫത്തഖില്ലാ മോളെ, നീ റബ്ബിനെ സൂക്ഷിക്കണേ മോളെ. ഫത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ മോളെ എന്ന് ഹബീബായ റസൂല് പഠിപ്പിച്ചത് ഹദീസിലുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഈ മാലക് കിതാബിൽ പറഞ്ഞതുപോലെ നരകത്തിൽ നിന്ന് റസൂല് രക്ഷപ്പെടുത്തും, അതുകൊണ്ട് റസൂലേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന ചോദ്യം പച്ചയായ ശിർക്കാണ്.
പച്ചയായ ബഹുദൈവ വിശ്വാസമാണ്, പച്ചയായ ശിർക്കാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ്. ഈ ശിർക്ക് ചെയ്തവന്റെ സ്ഥാനം നരകമാണ്. അവൻ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ വിശ്വാസത്തെ ശുദ്ധീകരിച്ചിട്ട് കേറിക്കോ, എന്നിട്ടേ ഫലമുള്ളൂ, എന്നിട്ടേ കാര്യമുള്ളൂ. ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായോ? പച്ചക്ക് തൗബ ചെയ്യുന്ന വരികളില്ലേ, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടൻ ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. റസൂലിനോട് പറയുന്ന വാക്കാ. പാപത്തിന്റെ വാഹനത്തിൽ കയറിയിരിക്കുന്ന നബിയെ, പാപത്തിന്റെ കുറ്റത്തിന്റെ വാഹനത്തിലാണ് നബിയെ ഞങ്ങൾ കയറിയിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ നബിയെ എന്ന് സയ്യിദി ഖൈറുൻ നബി എന്ന് വിളിച്ചിട്ട് റസൂലിനോടാണ് തേട്ടം, റസൂലിനോടാണ് ചോദ്യം. ഈ ചോദ്യം ശിർക്കല്ലേ? ഈ ചോദ്യം ഉന്നയിക്കുന്നവർ എന്റെ മുന്നിലിരിക്കുന്ന സലഫികളെ നമ്മുടെ കുടുംബങ്ങളിലില്ലേ, നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിലില്ലേ? നമ്മുടെ ദൗത്യം നിർത്താനായിട്ടില്ല. നമ്മുടെ ദൗത്യം തുടരുക തന്നെ വേണം. തൗഹീദിന്റെ പടകധ്വനികൾ, തൗഹീദിന്റെ കാഹളം മുഴക്കുക തന്നെ വേണം. ഇത് കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ, വളരെ ആത്മാർത്ഥമായ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തി മുന്നോട്ട് പോകണം. ശിർക്ക് കലരരുത്. ശിർക്ക് കടന്നു വരുന്ന വഴിയാണ് ഒന്ന്, ഈ വലിയകളുടെ പേരിൽ മഹത്വം പറഞ്ഞിട്ട്. എന്നാൽ ഇസ്ലാമിൽ വലിയില്ലേ? ഇസ്ലാമിൽ വലിയുണ്ട്, ഔലിയ ഉണ്ട്. ആരാ വലിയ? ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വലിയനെ. അലാ ഇന്ന ഔലിയാ അല്ലാഹ്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് നിങ്ങൾ അറിയണം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം, അവർ ഒന്നിനെയും ഭയപ്പെടാത്തവരാണ്. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കാത്തവരുമാണ്. വല്ലദീന ആമനൂ, അവർ ഈമാനുള്ളവരാണ്. വകാനൂ യത്തഖൂൻ, തഖ്വയുള്ള ആളുകളാണ്. തഖ്വയുള്ള ആളുകളാണ്. സഹോദരങ്ങളെ, ജീവിതത്തിലേറെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച വലിയ, ചരിത്രത്തിലെ വലിയാരാ, ഖുർആൻ പഠിപ്പിച്ച വലിയാരാ, ഹദീസിലുള്ള വലിയാരാ. ഖുർആൻ ഇനിയും പറയുന്നത് കാണാം. 8-ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 2-ാമത്തെ വചനം. അവിടെയുള്ള 3 ക്വാളിറ്റി പറയുന്നുണ്ട്. മുഅ്മിനിന്റെ, വലിയന്റെ 3 ക്വാളിറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസിയോട് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയം വിറച്ചു പോകും. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വലിയന്റെ ഖൽബ് വിറക്കും, വിനയമുള്ളവനാകും. മാത്രല്ല വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ഒരു വിശ്വാസിയുടെ, ഒരു വലിയന്റെ ഗുണം പറയാണ്. അള്ളാന്റെ കലാമിനെ, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അവന്റെ മുന്നിൽ കാണിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവന്റെ ഈമാനിൽ ഒന്നുകൂടി വർധനവുണ്ടാകും. ഈമാന് വീണ്ടും എന്ത് ചെയ്യും? രൂഢമൂലമാകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനായിരിക്കും അവൻ. ഇത് വലിയ, ഇത് ഔലിയാഇന്റെ ക്വാളിറ്റിയാണ്. അമലുകളുടെ കാര്യത്തിൽ അവർ മുന്നിലാണ്, തഖ്വയുടെ കാര്യത്തിൽ അവർ മുന്നിലാണ്, ഈമാനിന്റെ കാര്യത്തിൽ അവർ മുന്നിലാണ്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഔലിയാക്കളിലെ ഒന്നാമനാണ്, വലിയകളുടെ കൂട്ടത്തിലെ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബത്തെ
ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പെടുത്തിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈപൊക്കി അന യാ റസൂലല്ലാഹ്. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു പാവപ്പെട്ടവനെ സഹായിച്ചത്? അന യാ റസൂലല്ലാഹ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട് നബിയേ. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈപൊക്കി അന യാ റസൂലല്ലാഹ്. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു മയ്യത്തിനെ അനുഗമിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈപൊക്കി അന യാ റസൂലല്ലാഹ്. ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. നാലിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന റസൂലുള്ളാഹിന്റെ സ്വഹാബിയായ കൂട്ടുകാരനായ അബൂബക്കറിന്റെ ക്വാളിറ്റി ഏതാണ്? അല്ലാതെ നിസ്കരിക്കാത്തവനല്ല വലിയ, നോമ്പെടുക്കാത്തവനല്ല വലിയ, നോമ്പ് നോറ്റവനെ മുറിപ്പിക്കുന്നവനല്ല വലിയ, സ്വർണ്ണമോതിരം ധരിക്കുന്നവനല്ല വലിയ, സ്വർണ്ണമോതിരം ധരിച്ചിട്ട് മറ്റുള്ളവനെ ധരിപ്പിക്കുന്നവനല്ല വലിയ. ഇതൊന്നും വലിയന്റെ ക്വാളിറ്റിയല്ല. നിങ്ങളുടെ നാട്ടിൽ കറാമത്തിന്റെ കഥ കേൾക്കുമ്പോഴേ ഈ കറാമത്തിന്റെ കഥയിലെ പ്രധാന കഥകളാണിത്. നിസ്കരിക്കാറില്ല, ഞങ്ങളെ വലിയ നിസ്കരിക്കാറില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു എന്തേ നിസ്കരിക്കാത്തത്? അപ്പൊ അങ്ങനെ കൈ കാണിച്ചു കൊടുത്തു. കയ്യിൽ ഒരു സ്ക്രീന് തെളിഞ്ഞു. ആ സ്ക്രീനിൽ മക്കത്ത് നിസ്കരിക്കുന്നതായി കണ്ടു. മക്കത്ത് ഇമാമക്ക, സ്വദേശിക്കൊന്നും പണിയില്ല. ഇവിടുത്തെ വലിയാണ് അവിടെ ഇമാമ്. എന്നിട്ട് അവിടെ നിസ്കരിക്കപ്പ എന്താ അന്വേഷിച്ചപ്പോ 40 തടി അത്ര. അപ്പൊ ഒരു തടി അവിടെ, വേറൊരു തടി വേറൊരു സ്ഥലത്ത്. അപ്പൊ ഇവിടെ ഉള്ള തടിയോ ഇതാണ് ഒറിജിനൽ തടി. അപ്പൊ ഇനി ചെയ്യേണ്ട പണി എന്താ? അയാളെ പിടിച്ച് കെട്ടിയിടുക. ചോറ് അവിടുത്തൊക്കെ തിന്നോളും, ഭക്ഷണം കൊടുക്കരുത്, പട്ടിക്കിടുക. അവര് കഴിച്ചോളും എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. ഇതൊന്നും വലിയന്റെ ക്വാളിറ്റി ആയിട്ട് എണ്ണാൻ പറ്റിയ സംഭവമാണോ? ഇതൊക്കെ ഔലിയാക്കളുടെ ക്വാളിറ്റിയാണോ? ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് ഔലിയ ഭക്ഷണം കഴിച്ചു എന്നിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു. ഇതെന്ത് ക്വാളിറ്റിയാ? ഏത് ഖുർആനും ഏത് ഹദീസുമാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി വലിയന് പഠിപ്പിച്ചത്? നോമ്പ് നോറ്റിട്ട് ആരെങ്കിലും ഉസ്താദ് സി എം വലിയല്ലാന്റെ അടുക്കലേക്ക് കയറി ചെന്നാൽ വലിയ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിന്റെ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കൊടുത്ത് നോമ്പ് മുറിപ്പിക്കുമായിരുന്നു. ഇതാണ് ക്വാളിറ്റി. ഈ ക്വാളിറ്റി വലിയായിട്ട് അംഗീകരിക്കാത്തവൻ പുത്തൻവാദിയാണെങ്കിൽ ഞങ്ങള് പുത്തൻവാദികളാണ്, ഞങ്ങള് പുത്തൻവാദികളാണ്, യാതൊരു തർക്കമല്ല വിഷയത്തില്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഗൗരവമായി നമ്മുടെ കൽബിലേക്ക് ചേർത്ത് വെക്കേണ്ട സ്ഥാനമാണിത്. ആരാ വലിയ, ആരാ ഔലിയാ എന്ന് അല്ലാഹു വ്യക്തതയോടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന വലിയനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു മഹിമ കേൾക്കണോ നിങ്ങൾക്ക്? റസൂലുള്ള പറയാണ്, ആരാണ് ആ വലിയന്റെ ക്വാളിറ്റികൾ ഞാൻ പറഞ്ഞല്ലോ. പുണ്യങ്ങളുടെ കാര്യത്തിൽ മുന്നിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ റസൂലുള്ള പറയാണ്, സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അദ്ദേഹത്തെ ഞാൻ അറിയും, അദ്ദേഹത്തിന്റെ ഉമ്മാനെ ഞാൻ അറിയും, അദ്ദേഹത്തിന്റെ വാപ്പാനെ ഞാൻ അറിയും. അദ്ദേഹത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ അദ്ദേഹത്തെ മലക്കുകൾ സ്വാഗതം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുത്തിന്റെ നാവുകൊണ്ട് സ്വഹാബത്തിന്റെ കർണപുടങ്ങളിലെ കലയൊലിച്ച വാക്കുകളാണിത്, സ്വഹാബത്ത് കേട്ട വാചകങ്ങളാണിത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഇത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. സ്വഹാബത്തിന്റെ മനസ്സിൽ ആരായിരിക്കും ആ ഭാഗ്യവാൻ, ആരായിരിക്കും ആ സൗഭാഗ്യവാൻ? അത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുകയാണ്. അടുത്ത വക്തിന് റസൂല് പള്ളിയിലെത്തിയപ്പോ ഹബീബിനോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ പറഞ്ഞില്ലേ റസൂലേ നേരത്തെ ഒരാളെ നിങ്ങൾ അറിയുമെന്ന്, അദ്ദേഹത്തിന്റെ ഉമ്മാനെ അറിയുമെന്ന്, അദ്ദേഹത്തിന്റെ വാപ്പാനെ അറിയുമെന്ന്, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ ക്ഷണിക്കപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നബിയേ? ആരാണ് നബിയേ ആ ഭാഗ്യവാൻ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്വഹാബ? ഒന്നാമത്തെ സ്വഫിന്റെ വലതുഭാഗത്ത് തലതാഴ്ത്തിയിരിക്കുന്ന അബൂബക്കറിനെ നിങ്ങൾ കണ്ടില്ലേ? ആ അബൂബക്കർ
അബൂബക്കറിന് നാളെ മർഹബൻ യാ അബൂബക്കർ, മർഹബൻ യാ അബൂബക്കർ, മർഹബൻ യാ അബൂബക്കർ എന്ന് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ സ്വാഗതം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് ഹബീബായ റസൂൽ പറഞ്ഞ വാചകമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ റസൂൽ സംസാരിക്കാറില്ല. ഇത് കള്ളക്കഥകളല്ല, ഇത് ബാലരമയിലെ കഥകളല്ല, ഇത് നാടുകളിൽ നടത്തുന്ന കള്ളപ്രചാരണങ്ങളെ പോലെയുള്ളതല്ല. വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന മുത്തുനബിയുടെ വാചകമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ക്വാളിറ്റി ഉണ്ടോ? അതാണ് വലിയന്റെ ക്വാളിറ്റി. ഇബാദത്തിൽ മുന്നിലാണ്, ഈമാനിന്റെ കാര്യത്തിൽ മുന്നിലാണ്, സുഹൃതങ്ങളുടെ കാര്യത്തിൽ മുന്നിലാണ്, തഖ്വയുടെ കാര്യത്തിൽ മുന്നിലാണ്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ഉമറിന് വേണ്ടി അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ ഉമറിന്റെ ക്വാളിറ്റി നമുക്കുണ്ടോ? അത് വലിയാണ് സഹോദരങ്ങളെ. അല്ലാതെ വലിയ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ നിങ്ങൾ, അവരോട് പോലും ഒരു കാര്യം ചോദിക്കാൻ ഇസ്ലാമിൽ തെളിവില്ല. അവരോട് പോലും പ്രാർത്ഥിക്കാനോ ഇസ്തിഗാസ നടത്താനോ ഇസ്ലാമിൽ തെളിവില്ല. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ ഈ പ്രചാരണം നടത്തുന്ന ഔലിയാക്കളോട് തേടുക? ശിർക്കാണ്. റബ്ബല്ലാത്തവ ഏത് വ്യക്തിയോടും റസൂലിനോട് തന്നെ ദുആ ചെയ്താലും പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ശിർക്കാണെന്ന് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിന്റെ വചനമോദി വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു മേഖലയാണ് വലിയകളുടെ ഖബറുകൾ, കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകൾ. ഇത് ഞാൻ ഈ ഒരു വിഷയം ദീർഘമായി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസ രംഗത്ത് പുഴുക്കുത്ത് സംഭവിച്ചാൽ പിന്നെ റമദാനല്ല 10,000 റമദാൻ നമുക്ക് വന്നു കിട്ടിയിട്ടും കാര്യമില്ല. ഉണ്ടോ? ഇല്ല. ഈ ശിർക്കൻ വിശ്വാസമാണ് കൽബിലെങ്കിൽ നമ്മുടെ നാടിലുള്ള ആളുകൾ വിശ്വസിച്ചു പോകുന്ന മേഖലകളാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ മേഖലയാണ് ഖബറുമായി ബന്ധപ്പെട്ടത്. ഖബർ കെട്ടിപ്പൊക്കുക എന്നത് വസീലത്തു ശിർക്കാണ്. ശിർക്കിലേക്ക് ഉള്ള വഴിയാണത്. റസൂലുള്ളാഹി തെറ്റാണ്, ഹറാമാണ്, കുറ്റമാണെന്ന് പഠിപ്പിച്ച കാര്യം ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരിക്കുന്നു, വിരോധിച്ചിരിക്കുന്നു. എന്തിനെ? അയ്യുജസ്സൽ ഖബറു വഅയ്യുഖഅദ അലൈഹി വഅയ്യുബ്നാ അലൈഹി. ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ കുമ്മായമിടുന്നതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. അല്ലേ? ഇനി ഹദീസ് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ചില ആൾക്കാർ പറയണ വാക്കെന്താ അറിയോ? അത് സാധാരണക്കാരന്റെ ഹദീസാണ്, സാധാരണക്കാരന്റെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് ആ ഹദീസിലുള്ളത്. ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് ആ ഹദീസിൽ നിന്ന് തെളിവ് കണ്ടെത്താൻ കഴിയില്ല. ഉസ്താദിനോട് ചോദിച്ചു നോക്കി, ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ ഇങ്ങനൊന്നില്ലേ? ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസില്ലേ എന്ന് ചോദിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ ഒരു വ്യാഖ്യാനം പറയുകയാണെങ്കിൽ ഉടനെ ചോദിച്ച അടുത്ത ഹദീസ്, ലഅനല്ലാഹു യഹൂദ വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസ്വാറാക്കളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. കാരണം എന്താ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദി നസ്വാറാക്കൾ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അമ്പിയാക്കന്മാരെ ഖബർ ആരാധനയുടെ കേന്ദ്രമാക്കിയത് കൊണ്ടാണ് അല്ലാഹു ശപിച്ചത്. അല്ലേ? അപ്പൊ ഈ ഹദീസ് സാധാരണക്കാരന്റെ ഖബറാവോ? ആകൂല. ആരെ ഖബറാണെങ്കിലും ഒരു ചാണിന് മുകളിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. മക്കം ഫത്ഹിന്റെ ദിവസം മക്കയുടെ വിജയം റസൂലുള്ളാഹിന്റെ കരങ്ങളിലേക്ക് കിട്ടിയതിനു ശേഷം ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിടുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ച വാചകം എന്താ? യാ അലി, പൊന്നു അലിയെ, നീ പോകുന്ന വഴിയിൽ വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു ചാണിന് മുകളിൽ പൊന്തി നിൽക്കുന്ന ഖബർ കണ്ടാൽ നീ തട്ടി നിരപ്പാക്കാതെ മടങ്ങരുതേ അലി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് ഭരണം കിട്ടിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച നിർദ്ദേശമാണ്, ഒരു ചാണിന് മുകളിൽ പൊന്തി നിൽക്കുന്ന ഖബറുകൾ തട്ടി നിരപ്പാക്കണം. ഇസ്ലാമിക ഭരണകൂടം
നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മുടെ നാട്ടിൽ പോകുന്നിടത്തൊക്കെ ഖബറാ. കൂണ് മുളച്ചു പൊന്ത് പോലെയാണ് ഓരോ ഖബർ പൊന്തലും. പൊന്തി എന്നാ പറയാ. ഇതെന്താ ജാക്കറ്റ് പൊന്തിക്കല? സിമന്റും കല്ലും കൂട്ടിച്ചേർത്ത് മണലും കൂട്ടിച്ചേർത്ത് നമ്മുടെ നാടുകളിൽ കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന മഖബറകൾ, കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ഖബറുകൾ. എന്നിട്ട് അതിനൊരു പോരിശയും പറയും. ഇല്ലാത്ത പോരിശകൾ എവിടുന്ന് അത് ഉണ്ടാക്കണമെന്ന് മനസ്സിലാകാത്ത, എവിടുന്നാണ് ഈ പോരിശ കിട്ടണമെന്ന് മനസ്സിലാകാത്ത, എന്തെല്ലാം മഹിമകളും മഹത്വങ്ങളും പറഞ്ഞിട്ടാണ് മൈലേജ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ സമുദായത്തെ പച്ചയായ ശിർക്കിലേക്ക്, ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നു, ഖബറിന്റെ മുന്നിൽ പോയി ഖബറിനെ മുത്തുന്നു, ഖബറിനെ മണക്കുന്നു, നക്കുന്നു. എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ ഇല്ലേ? ഇസ്ലാം പഠിപ്പിച്ച ആചാരമാണോ ഇത്? അവിടെ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ച ആചാരമാണോ ഇത്? മറ്റു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെ പോലും കടമെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലില്ലാത്ത വിശ്വാസങ്ങൾ കുത്തിക്കയറ്റി ഇവിടേക്ക് ജനങ്ങളെ കൊണ്ടുപോയി ഇബാദത്ത് ചെയ്യിപ്പിക്കുമ്പോ ഖബറിന്റെ മുന്നിൽ നടത്തുന്ന സുജൂദ് പച്ചയായ ശിർക്കാണ്. പച്ചയായ ശിർക്കാണ്. ഈ ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പരലോകമുണ്ട്, നിങ്ങൾ മറക്കരുത്. വിചാരണയുണ്ടെന്ന് ഉസ്താദന്മാരെ നിങ്ങൾ മറക്കരുത്. ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഇത്തരം ശിർക്കിന്റെ വഴികൾ നമ്മൾ തിരിച്ചറിയണം. ഇതെല്ലാം ശിർക്കാണെന്ന്. ഒന്ന് മദ്ഹിന്റെ പേരിൽ, വലിയിന്റെ പേരിൽ, അതേപോലെ തന്നെ കെട്ടിപ്പൊക്കുന്ന ഖബറുകളുടെ പേരിൽ നമ്മുടെ നാടുകളിൽ ഇന്ന് കാണാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് സഹോദരങ്ങളെ, രോഗം വന്നു കഴിഞ്ഞാൽ, രോഗിയായി കഴിഞ്ഞാൽ ആളുകൾ ചെല്ലുകയാണ്. എവിടേക്ക്? ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുക്കലേക്ക്. എന്നിട്ട് ഒരു നൂലെടുക്കും, അതിലൊരു മന്ത്രിച്ചിട്ട് ഒറ്റ ഊത്തൂതും ഊതിയിട്ടത് ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നു. ഐക്കല്ല് കെട്ടുന്നു, തകിട് കെട്ടുന്നു, ഏലസ് കെട്ടുന്നു. ഈ കെട്ടുന്നത് ശിർക്കാണ്. ഈ കെട്ടുന്നത് കുറ്റകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് കാണാം നമുക്ക്. മൻ അല്ലഖ തമീമതൻ, ആരെങ്കിലും ശരീരത്തിൽ ഐക്കല്ല് കെട്ടിയാൽ, മന്ത്രിച്ചൂതി കൊണ്ടുള്ള നൂല് കെട്ടുകയാണെങ്കിൽ, മന്ത്രിച്ചൂതി നൂല് കെട്ടിയാൽ, നോക്കിങ്ങൾ ഒരു നൂലിങ്ങനെ ബന്ധിക്കുക. റസൂലുള്ളാഹി പറഞ്ഞ ഒരാൾ ഒരു നൂലെടുത്തു, എന്നിട്ട് സുമ്മ നഫത ഫീഹാ, അതിലേക്ക് ഒരു ഊത്തങ്ങ് ഊതി, എന്നിട്ടത് ശരീരത്തിൽ എവിടെങ്കിലും ബന്ധിച്ചാൽ ഫഖദ് അശ്റക, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനായി മാറി. ഈ ശിർക്ക് ഒരാൾ ചെയ്താൽ അവന് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇസ്ലാമിൽ മന്ത്രമുണ്ടോ? മന്ത്രമുണ്ട്. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ ഇസ്ലാമിൽ മന്ത്രവാദമില്ല. ഇസ്ലാമിൽ മന്ത്രത്തിന്റെ പേരിലുള്ള കുതന്ത്രങ്ങളില്ല. 2 റുപ്യന്റെ നൂല് ഊതി കെട്ടിക്കൊടുത്താൽ 250 റുപ്യ. അങ്ങനെയുണ്ടോ ഇസ്ലാമില്? ഇത് ചൂഷണത്തിന്റെ വഴിയാണ്. ഇത് ചൂഷണത്തിന്റെ വഴിയാണ്. ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് 2 പ്രാവശ്യങ്ങള് പൈസ കൊടുക്കാതെ നൂലെട്ടിപ്പോ നോക്കിയാൽ 3-ാം പ്രാവശ്യം ഉസ്താദിന് ഒഴിവുണ്ടാവില്ല. കാരണം ലക്ഷ്യം ഗാന്ധിത്തലയാണ്. ഗാന്ധിത്തല ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ദീനിനെ വിറ്റുകൊണ്ട് ഈ സമുദായത്തെ ശിർക്കിന്റെ ആദർശത്തിലേക്ക്, ശിർക്കിന്റെ ആശയത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഗൗരവമായി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ശിർക്ക് വരാത്ത വിശ്വാസത്തെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്താണ് ശിർക്ക്? ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ നാടുകളിൽ ശിർക്ക് കടന്നു വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ. നേർച്ച വഴിപാടുകൾ, നേർച്ച സഹോദരങ്ങളെ ഇസ്ലാമിലുണ്ടോ? ഉണ്ട്. റബ്ബല്ലാത്തവരുടെ പേരിലാണ് നേർച്ച നേരുന്നതെങ്കിൽ, റബ്ബല്ലാത്തവരുടെ പേരിലാണ് ഈ ആചാരം നടത്തുന്നതെങ്കിൽ അത് പച്ചയായ ശിർക്കായി മാറി. ബലികർമ്മം ഇസ്ലാമിലുണ്ട്. പക്ഷേ റബ്ബല്ലാത്തവരുടെ പേരിലാണ് ബലിയിറക്കുന്നതെങ്കിൽ ആ അറവ് യഥാർത്ഥത്തിൽ ശിർക്കായി മാറുന്നു. ഇവിടെയൊക്കെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നമുക്ക് കഴിയണം. ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു, ആ പറഞ്ഞിടത്ത് നിൽക്കാം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഇത്തരം കാര്യങ്ങൾ ശിർക്കിന്റെ വഴികളായി ദീനുൽ ഇസ്ലാം എങ്ങനെ എണ്ണുമ്പോ, ഇത് പറയുമ്പോ നാട്ടിൽ പുത്തൻവാദിയാവും. ഇത് പറയുമ്പോ നാട്ടിൽ കുറ്റക്കാരനാകും, നാടുകളിൽ ഫസാദ് ഉണ്ടാക്കുന്നവനാകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, തളിപ്പറമ്പ് പ്രദേശത്ത്
ഒരു വീട്ടിന്റെ മുറ്റത്ത് വഅദ് പറയാൻ പോയതിന്റെ പേരിൽ. നമ്മുടെ ഒരു പ്രഭാഷകൻ തളിപ്പറമ്പില് ഒരു വീട്ടുമുറ്റത്ത്, നമ്മുടെ ഒരു പ്രബോധകന്റെ, ഒരു പ്രവർത്തകന്റെ വീട്ടുമുറ്റത്ത് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് ലഹരിക്കെതിരെ കുടുംബങ്ങൾക്ക് ഉത്ബോധനം നടത്താൻ പറ്റുന്ന ഒരു നല്ല വേദി, ആ വേദിയിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാം, അവിടെ പ്രസംഗിക്കാൻ അയക്കാതിരിക്കുക. അന്വേഷിച്ചപ്പോ പറഞ്ഞ എന്താ, മഹല്ല് കമ്മിറ്റിയുടെ അനുവാദമല്ലാതെ. ഓല അനുവാദം കിട്ടിയിട്ട് വേണം ഞമ്മക്ക് വഴി പറയാം. ഇതെന്താ വെള്ളരിക്കാപ്പട്ടണം? ഇന്നത്തെ നമ്മുടെ നാടുകളിലുള്ള ആളുകളുടെ വിവരവും വിദ്യാഭ്യാസം എവിടെ എത്തിക്കണോ? ഇത് പറഞ്ഞാൽ നാട്ടിൽ കുഴപ്പക്കാരനായി മാറാം. ഹക്ക് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ വരെ ഇതേ ശൈലികൾ കൊണ്ട് എതിർത്തവരാണ് അബൂജഹലും കൂട്ടരും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഹക്ക് ജീവനുള്ളിടത്തോളം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായ നിലയ്ക്ക് കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ സംസാരത്തെ ചുരുക്കുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നാമതായി തൗഹീദ് നന്നായാലേ ഇബാദത്തിന് സ്വീകാര്യതയുള്ളൂ. നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ വിഷയം ഇത്തിബാ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട മേഖലയാണ് നേരത്തെ ഇവിടെ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും റസൂലുള്ള ചെയ്തതുപോലെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെയാവണം, റസൂൽ പഠിപ്പിച്ച പോലെ.